ഇപ്പോൾ പ്രവീൺ പുരുഷോത്തമൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് മഞ്ജുഷയുടെ നവീൻ ബാബുവിന്റെ വീട്ടിൽ നിന്നും ചേരുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, മഞ്ജുഷയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് SITയുടെ അന്വേഷണത്തിൽ മഞ്ജുഷയ്ക്ക് യാതൊരു തൃപ്തിയുമില്ല എന്നാണ്. ഇപ്പോഴും CBI അന്വേഷണം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പീൽ പോകാനുള്ള സാധ്യതയാണോ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രവീൺ? അതെ അരുൺ, ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഒരു വിധിക്കെതിരെ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബമുള്ളത്. മഞ്ജുഷ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ നടക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിൽ ഒട്ടും തൃപ്തിയില്ല. CBI അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ തങ്ങൾക്ക് നീതി ലഭിക്കൂ എന്ന് തന്നെയാണ് മഞ്ജുഷ ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നത്. കൂടുതൽ നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെ അവർ വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തന്നെ ചില യൂട്യൂബ് ചാനലുകളിൽ തെറ്റായ പരാമർശങ്ങൾ വരുന്നു. അത് നവീൻ ബാബുവിൻ്റെ സഹോദരനെതിരെയുള്ള ചില പരാമർശങ്ങളാണ്. അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മഞ്ജുഷയുടെ മകൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മഞ്ജുഷ തന്നെ നമ്മോടൊപ്പമുണ്ട്. നേരത്തെ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. എത്രമാത്രം വേദനയിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നീതി കിട്ടിയെങ്കിൽ മാത്രമേ ഇനി ഇക്കാര്യത്തിൽ നിന്ന് പുറകോട്ടു മാറൂ. അങ്ങനെ തന്നെയാണ് തീരുമാനം, അല്ലേ? അങ്ങനെ തന്നെയാണ് തീരുമാനം. നീതി കിട്ടുന്നിടം വരെ ഞങ്ങൾ മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും അങ്ങനെ വ്യക്തമാക്കിയിരുന്നു. ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു ശുഭപ്രതീക്ഷയുണ്ടായിരുന്നോ? ശുഭപ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിധി എതിരായതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഹൈക്കോടതിയെ ബോധിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ബോധിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായി നമ്മുടെ അഡ്വക്കേറ്റ് രാംകുമാർ സാറായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് തന്നെ ബോധിപ്പിച്ചിരുന്നു ഹൈക്കോടതിയെ. ഇപ്പോൾ അടുത്ത നിയമ നടപടികളിലേക്ക് പോകും എന്ന് പറഞ്ഞു. അക്കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. തീർച്ചയായും ഉറച്ചു നിൽക്കുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ മാഡത്തിന് എന്തെങ്കിലും സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ ഈ കേസിൽ നിന്ന് പിന്മാറണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഘട്ടത്തിൽ ഒരു കാര്യം വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ യൂട്യൂബ് ചാനൽ വഴിയുള്ള അപവാദ പ്രചരണങ്ങൾ, അത് അനിയനെതിരെയാണ്. നമ്മളെ സഹായിക്കുന്നവരെ പിന്നെ മനസ്സ് തളർത്തുക എന്നുള്ളതായിരിക്കും ശത്രുക്കളുടെ ഒരു ലക്ഷ്യപ്പെടുത്തെ. അത് അങ്ങനെ ഇതായിട്ട് ഞങ്ങൾ തന്നെ കണക്കാക്കുന്നത്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ മാഡത്തിന് സംശയമുള്ള കുറേ ആളുകളുണ്ടല്ലോ ഈ കേസിൽ. അവരെ പൂർണ്ണമായും ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അവരെ നിയമ നടപടിയിലേക്ക് കൊണ്ടുവരികയോ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അവരുടെ അന്വേഷണം നടക്കുന്നതേ ഇല്ല. പ്രധാന പ്രതികളെല്ലാം അവിടെ തന്നെ ഉണ്ട്. അവർക്കെതിരെ അന്വേഷണമൊന്നും നടക്കുന്നില്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ ഈ വീട്ടിലേക്ക് വന്നിരുന്നല്ലോ. അവരാകെ ഒരു പ്രാവശ്യം മാത്രമാണ് വന്നത്. അന്ന് അവർ മൊഴിയെടുത്തപ്പോൾ നമുക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നില്ലേ? തീർച്ചയായും എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. പിന്നീട് അതിൻ്റെ ഒരു ഫോളോ അപ്പ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഫോളോ അപ്പ് അവരുടെ ഭാഗത്തുനിന്ന് എല്ലാ ആഴ്ചയിലും അവർ 1-2 ആഴ്ച തന്നെ വിളിച്ചിരുന്നു CI. പിന്നെ അവർ മീറ്റിംഗ് കൂടി പുരോഗതി വിവരം അറിയിക്കാനെന്നും പറഞ്ഞാണ് വിളിച്ചത്. പക്ഷേ നമ്മൾ ഈ പറയുന്ന പ്രതികളെക്കുറിച്ചുള്ള അന്വേഷണമൊന്നും നടക്കുന്നില്ല. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. ഇപ്പോൾ സർക്കാർ എന്തുകൊണ്ടായിരിക്കും CBI അന്വേഷണം വേണ്ട, സംസ്ഥാന പോലീസിന്റെ അന്വേഷണം മാത്രം മതി എന്ന ഒരു നിർബന്ധബുദ്ധിയിൽ നിൽക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? അത് എനിക്ക് പറയാൻ കഴിയില്ല. അതിനെക്കുറിച്ച് എന്താണെന്ന് അറിയില്ല. മുഴുവൻ പ്രതികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കണം. അതിന് CBI അന്വേഷണം തന്നെ വേണം. അതെ, അത് തീർച്ചയായിട്ടും CBI അന്വേഷണം തന്നെ വേണം. ഹൈക്കോടതിയിൽ നിങ്ങളുടെ അഭിഭാഷകൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം മതിയെന്ന് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നില്ല. അത് കുടുംബത്തിന്റെ അഭിപ്രായമായിരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്? അത് ഏതെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ എന്നുള്ളത് അറിയില്ല. അഭിഭാഷകൻ അങ്ങനെ ഞങ്ങളുടെ പ്രയറിലില്ലാത്ത കാര്യങ്ങൾ കയറി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഒരു ദിവസം കൊണ്ട് തന്നെ അഭിഭാഷകനെ മാറ്റി വക്കാലത്തൊഴിഞ്ഞ് പുതിയ അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതായത് കുടുംബം നിയോഗിച്ച അഭിഭാഷകൻ തന്നെ ഇത് CBI അന്വേഷണം വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് പോയിരുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം? അതെ, ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അഡ്വക്കേറ്റ് കോടതിയിൽ വാദിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ പ്രയറിലില്ലാത്ത കാര്യങ്ങൾ പറയുകയായിരുന്നു ചെയ്തത്. എന്തായാലും കൂടുതൽ നിയമ നടപടിയിലേക്ക് തന്നെ പോവുകയാണ്. അതെ, മുമ്പോട്ട് തന്നെ പോകും. ഓക്കെ അരുൺ, ഇതാണ് മഞ്ജുഷയുടെ അഭിപ്രായം. നിലവിലുള്ള സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല. മേൽക്കോടതിയെ തന്നെ സമീപിക്കുമെന്ന് തന്നെയാണ് മഞ്ജുഷ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യക്തമാണ് പ്രവീൺ പുരുഷോത്തമൻ. ഇപ്പോഴും മഞ്ജുഷയ്ക്കും കുടുംബത്തിനും SITയുടെ അന്വേഷണത്തിൽ തൃപ്തിയില്ല, അതിൽ പൂർണ്ണ വിശ്വാസവുമില്ല. അതുകൊണ്ട് CBI തന്നെ ഈ കേസ് ഏൽപ്പിക്കണം എന്നതാണ് മഞ്ജുഷയുടെയും കുടുംബത്തിന്റെയും ആവശ്യം. ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് അവർ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകും എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കുടുംബവുമായി ആലോചിച്ചതിന് ശേഷമായിരിക്കും. ഇതിനിടയിൽ ഇവരെ അന്വേഷണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ചില യൂട്യൂബർമാർ ഗൂഢാലോചന
ഗൂഢാലോചന നടത്തുന്നു, അത് ചില അപവാദ പ്രചരണം നടത്തുന്നു അനിയന്റെ പേരിൽ, പ്രവീണിന്റെ പേരിൽ എന്നുകൂടി ഈ മഞ്ജുഷയുടെയും നവീന്റെയും മകളും മഞ്ജുഷയും ഇപ്പോൾ പരാതിപ്പെടുന്നുണ്ട്. യൂട്യൂബർമാർ അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുക, ആ കുടുംബം തകർന്നിരിക്കുകയാണ്. ആ കുടുംബത്തെ വീണ്ടും വീണ്ടും നിരാശയിലേക്കും സമ്മർദ്ദത്തിലും അടിപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ സമീപിക്കാതിരിക്കുക എന്നതാണ് പറയാനുള്ളത്. ആ കുടുംബം അവർ വിശ്വസിക്കുന്ന രീതിയിൽ അന്വേഷണം ലഭ്യമാവട്ടെ, നീതി ലഭ്യമാവട്ടെ കുടുംബത്തിന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. ഇനി സുപ്രീം കോടതിയിലേക്ക് പോവുക എന്നത് മാത്രമാണ് ഈ കുടുംബത്തിന് മുന്നിലുള്ള ഏക നിയമമാർഗം.